ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഞ്ഞും ചെറുതായിട്ട് മഴയും നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. ഞാനാണെങ്കിൽ നേരത്തെ എണീക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു അന്ന്. എന്നാലും ഞാൻ നേരത്തെ എണീറ്റു. മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പായതുകൊണ്ട്. പക്ഷെ എന്നാലും കുറച്ച് നേരത്തേക്ക് എണീറ്റു. ബാക്കി എല്ലാവരും നല്ല സുഖത്തിൽ കിടന്നുറങ്ങണ ടൈമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്ട്രെച്ച് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വാവച്ച് എണീക്കുന്നതിന് മുന്നെയാണ് ഈ സ്ട്രെച്ചിങ്ങും പിന്നെ യോഗ ഉണ്ടെങ്കിൽ യോഗ ചെയ്യില്ല, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ. അപ്പം എനിക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ എണീക്കുന്നത്. അപ്പം ഞാനിത് സ്പീഡിൽ ചെയ്യുന്നതല്ല കേട്ടോ, ഇത് പതുക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പം നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് അപ്പുറത്തെ വീടും അപ്പോൾ റോഡൊക്കെ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല, ഫുൾ മഞ്ഞാണ്. ആരാ റോട്ടിൽ കൂടെ പോകണേ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എപ്പോഴാണ് ഒന്ന് കുറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് നല്ല തണുപ്പായിരിക്കുന്നു. കാരണം ഈവനിങ് ഒക്കെ നല്ല ഒരു തണുപ്പും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് തൊണ്ടവേനയും എന്താ പറയുക നെക്ക് പെയിനൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഹലോ, ഗുഡ് മോർണിംഗ് വാച്ചി. ഗുഡ് മോർണിംഗ്. വാച്ചി ഇപ്പം എണീറ്റേ ഉള്ളൂ അല്ലേ? ഇന്ന് വാച്ചി നല്ല തണുപ്പുണ്ട് വാച്ചി പുറത്ത്. നീ കണ്ടോ മഞ്ഞ് കണ്ടോ? ഞാൻ കാണിച്ചില്ല കേട്ടോ, പുറത്ത് വിട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ബാബു ബാബു എണീറ്റോ? ബാബു എണീറ്റു, വാവച്ചി എണീറ്റു അല്ലേ? എന്റെ സ്വപ്നോ കണ്ടേ? ഞാൻ ഇന്നലെ ഏത് കഥയാ പറഞ്ഞേ? ആ, ടൈഗറിനെ കണ്ടോ രാത്രിയില്? എന്നിട്ട് എന്ത് പറഞ്ഞു ടൈഗർ? അല്ല, ഞാൻ കിടന്നോണ്ടിരിക്കുമ്പോ ടൈഗർ വന്ന് സൗണ്ട് കേട്ടപ്പോ ആളാണ് എണീച്ച് നോക്കിയപ്പോ ടൈഗർ ഒളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ആളില്ല. എന്നിട്ട് ഇങ്ങനെ വന്ന് കടിച്ചു ആരോ. അപ്പൊ നോക്കിയപ്പോ വയറിൽ നോക്കിയപ്പോ ആരും കടിച്ചില്ല. അതായത് സ്വപ്നം. നല്ല സ്വപ്നം കേട്ടാ. അപ്പൊ അങ്ങനെ ഇനി വാവച്ചിട്ട് പേടിച്ചു പോയോ? ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ വിളിച്ചു, എന്നിട്ട് ഞാൻ കേട്ടില്ലേ? ഞാൻ ഉറക്കത്തിലായിരുന്നു. യൂറോപ്പിന് അത്ര തണുപ്പ് നമുക്ക് ഇവിടെ ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പറയുക പെരുമ്പാവൂരും കോതമംഗലൂരും ആ സൈഡൊക്കെ പോയപ്പോൾ അവിടെ നല്ല ചൂട്. അവിടെ നിന്ന് ഇവിടെ വന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നല്ല തണുപ്പെന്നൊക്കെ. മൂന്നാർ നല്ല തണുപ്പുണ്ടെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ അപ്പം അറിയാത്തവർക്കാട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ മൂന്നാറാണ് സ്റ്റേ ചെയ്യുന്നത്. മൂന്നാറിൻ്റെ അടുത്ത് മറയൂരാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ന്യൂ ഇയർ ആയിട്ട് എന്താ ഞാൻ കുറച്ച് വിഷൻ ബോർഡൊക്കെ എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്നാണ് വ്ളോഗ്സ് കുറച്ചാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് വ്ളോഗ്സ് കുറച്ച് കൂടുതൽ ഇടാമെന്ന് ഓർത്തു. അപ്പം ഇനി ആഴ്ചയിൽ ഒരു 3 വ്ളോഗ്സെങ്കിലും ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഇന്നത്തെ നല്ലൊരു ദിവസമായിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. അപ്പം കുറച്ച് ചേഞ്ചസ് ഒക്കെ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ കുറച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാവച്ചിന് നമ്മൾ രാവിലെ തന്നെ ഫ്രഷ് ആക്കിയിട്ടുണ്ട്. വാവച്ചി രാവിലെ തന്നെ കുളിച്ച് ഇപ്പോൾ വാവച്ചിയുടെ സ്കിൻ കെയർ ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വാവച്ചി രാവിലെ കുളിക്കാൻ ഇഷ്ടമുള്ളൊരു ആളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേ രാവിലെ തന്നെ വാവച്ചിനെ കുളിപ്പിക്കുമല്ലോ. അപ്പം അത് തന്നെ ആ ശീലം അത് തന്നെ നമ്മൾ ലീവുള്ള സമയത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല വാവച്ചിക്കുട്ടാ? ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ വാവച്ചിട്ട് സ്കിന്നിൽ മമ്മായർത്തിൻ്റെ സോഫ്റ്റ് ക്രീം ആട്ടോ ഇടുന്നത്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് സംസാരിക്കാൻ പോലും പെട്ടത് എല്ലാം തെറ്റി പകുതി പോവാണ്. ആച്ചി എങ്ങനെയാ മുടി കെട്ടണ്ടേ? 2 കൊമ്പാണ് വേണ്ടത്. ഇന്ന് ഫ്രീ ആയിട്ട് ഇടുന്നില്ല? ഇഷ്ടല്ലേ ഫ്രീ ആയിട്ട് ഇടാൻ? നാളെ എങ്ങനെ ഫ്രീ ആയിട്ട് ഇടുക? നാളെ എല്ലാവരും കെട്ടിട്ടുണ്ട്. നാളെ ക്ലാസ് ഉള്ള ദിവസമല്ലേ? ഓ,
അപ്പൊ വാവച്ചിക്ക് ഇങ്ങനെ പോണിറ്റയിൽ കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ വാച്ചി? മണ്ണത്തെ ഞാൻ ഫ്രീ ആയിട്ട് എത്തും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വാച്ചിക്ക് 2 കൊമ്പ് കെട്ടിക്കൊടുക്കാം അല്ലേ? പണ്ട് മമ്മയ്ക്ക് ഇതേപോലെ അമ്മൂമ്മ കെട്ടി തരുമായിരുന്നു. ഓഹോ, ഞാൻ അറിഞ്ഞില്ല. അതിലിപ്പോ പറഞ്ഞേ, എനിക്ക് എന്റെ സൗണ്ട് എല്ലാം പോയി, എന്റെ മമ്മയുടെ സൗണ്ടൊക്കെ പോയി. മമ്മിക്ക് ഇൻജക്ഷൻ എടുക്കണ്ട. ഇഞ്ചക്ഷൻ മിക്കവാറും നെക്ക് പെയിൻ ഉണ്ട് എനിക്ക്, അപ്പൊ നെക്ക് പെയിൻ മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അയ്യോ 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 അമ്മ, മമ്മിക്ക് ഒന്നും എടുക്കണ്ട. എന്തെടുക്കണ്ടെന്ന്? ചെയ്യണ്ട, ഇഞ്ചക്ഷൻ എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. മരുന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചാ മതി. ഇപ്പൊ നോക്കിയോ, 2 കൊമ്പ് കെട്ടിട്ടുണ്ട്. നമ്മളൊരു പൊട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട്, പച്ച പൊട്ട് അല്ലേ? ഇപ്പൊ ഇതാരാ? ആനയോ? ആനയാണോ വന്നത്? ആന എങ്ങോട്ടാ പോണേ? ഇനി എന്താ ചെയ്യുന്ന പോണേ? ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ആനക്ക്? അത് കൊള്ളത്തില്ല, ഇതാ നല്ലത്. ഇപ്പൊ ഇനി പിന്നെ എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ട് കെട്ടണ്ടേ? ഇനി നമുക്ക് വാവച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഈ വെള്ളം ഒന്ന് കുടിക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കുടിച്ചോ? വെള്ളം കുടിച്ചോ? നോക്കട്ടെ. തുള്ളിയും കൂടി ഉണ്ട്. കുടിച്ചോ? കഴിഞ്ഞോ? കുടി കഴിഞ്ഞോ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ. വാവച്ചയുടെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് കേട്ടോ അപ്പവും അല്ലെങ്കിൽ ദോശ. നല്ല മഞ്ഞുണ്ട് കേട്ടോ വെളിയിൽ ഇപ്പോഴും. അപ്പം ഞാൻ ഓർത്ത് വാവച്ചിനെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത്. വാവച്ചിയുടെ റിയാക്ഷൻ എങ്ങനെയാന്ന്. വാവച്ചി മഞ്ഞ് കണ്ടാലോ? മഞ്ഞ് കാണണോ? വാവച്ചിനെ ഒന്ന് കാണിക്കട്ടെ കേട്ടോ. ദൈവമേ, നല്ല മഞ്ഞ്. ഇത് ഇപ്പം മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വാച്ചി കണ്ണടച്ച് വരണേ. ഞാൻ പറയുമ്പോഴേ കണ്ണ് ഉറക്കാവുള്ളൂ കേട്ടോ. വാച്ചി ഇനി നോക്കിയാ സൈഡിലോട്ട്. എങ്ങനെയുണ്ട്? നല്ല മഞ്ഞല്ലേ? ഇഷ്ടപ്പെട്ടാ? തണുപ്പാണ് ഇഷ്ടം ചൂടാണോ ഇഷ്ടം? മഞ്ഞ് ഇഷ്ടമാണോ? നല്ല മഞ്ഞുണ്ട് കണ്ടോ? എവിടെ കളിക്കാൻ തോന്നുന്നത്? ആണോ? ന്യൂ ഇയർ ഒക്കെ ആയപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാണ്, ചായ കുടി കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന്. ഞാൻ ദിവസം 2 ചായ കുടിക്കാറുള്ളൂ. അതിൽ ഒരു ചായ കുറയ്ക്കിട്ട് ഒരു ചായ കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ രാവിലെ ചായ കട്ട് ചെയ്തിട്ട് വൈകുന്നേരം കുടിക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ നോക്കി തണുപ്പ് കണ്ടോ? അവിടെ ഒന്നും കാണത്തില്ല, ആ സൈഡൊന്നും കാണത്തില്ല കേട്ടോ. ഈ തണുപ്പത്ത് എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ കുടിക്കില്ല. അത് വേറൊരു കാര്യം. പണ്ടൊക്കെയാണ് ഞാൻ ചായയെ കുടിക്കില്ലായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ചായ കുടി തുടങ്ങിയത്. ആദ്യമൊന്നും ഞാൻ കുടിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ചായ, വൈകുന്നേരം ചായ കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഒന്ന് ചായ കുടി കുറച്ച് കുറയ്ക്കണം. പണ്ട് തൊട്ടേ എനിക്ക് ഷുഗർ അത്ര വലിയ ഇഷ്ടമല്ലാത്ത സംഭവം ആയതുകൊണ്ട് ഷുഗർ കട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഷുഗർ ഐറ്റംസ് ഒന്നും അധികം കഴിക്കാറില്ല. അപ്പം എൻ്റെ റെസൊല്യൂഷൻ ഫസ്റ്റത്തെ കാര്യമാണ് ചായ കുടി ഒന്ന് കുറയ്ക്കണം. അപ്പം ഇപ്പോൾ വൈകുന്നേരം മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ പതുക്കെ അതും ഒന്ന് കുറച്ച് നോക്കണം. പക്ഷെ ചായ കുടിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് കുറച്ച് നേരം വെളിയിൽ പോയിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ കുറച്ച് നേരം കണ്ടു. വാവച്ചിനെ കുറച്ച് നേരം കണ്ടിപ്പിച്ചു. വാവച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് തണുപ്പ് അധികം ആയതോടെ നമ്മൾ ഉള്ളിലോട്ട് പോന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ബെഡ്ഷീറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ സമയം വാവച്ചി കുറച്ചേരം TV കണ്ടു, പെയിൻറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കുറച്ച് നേരെ ചെയ്തു കേട്ടോ. TV കുറച്ച് നേരം കാണും, പിന്നെ ബോറടിക്കും, പിന്നെ പെയിൻ്റ് അടിക്കും. അങ്ങനെ അങ്ങനെയൊക്കെ സമയം പോയി. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ വ്ളോഗിൻ്റെ കാര്യം, വ്ളോഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11:45 ആകുമ്പോൾ വാവച്ചി സ്കൂളിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഓർത്തു
സമയമായി ഫുഡ് കൊടുക്കാൻ നോർത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഫ്രഷായി വന്നു. ഇനിയിപ്പോൾ വാവച്ചിക്ക് ലഞ്ച് കൊടുക്കാം. ലഞ്ച് കൊടുക്കുമ്പം ചിലപ്പോൾ ഞാനും കൂടെ കഴിക്കും, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കഴിക്കും. കാരണം അവൾ ചില സമയത്ത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് കഴിക്കും. ചില സമയത്ത് അവൾക്ക് വാരി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾക്ക് പോയി ലഞ്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് എന്തായാലും മഞ്ഞൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. രാവിലെ ആണെങ്കിൽ ഫുള്ള് മഞ്ഞ്, അപ്പുറം ഇപ്പുറം ഒന്നും കാണത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് പുറത്തത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ കാഴ്ചയാണ് കേട്ടോ. മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാരെ റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ലഞ്ച് കഴിക്കാം. വാരി തരണോ? എനിക്ക് തോന്നി നീ ഇത് പറയുമെന്ന്. തരാം ഇന്ന് മാത്രം. എങ്ങനെയുണ്ട് ഐഡിയ? ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് വാവച്ചിക്കെല്ലാം സ്പെഷ്യലാണ്. തരട്ടെ? വാരി തരട്ടെ? ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാം കേട്ടോ. വാവച്ചിക്ക് ഞാൻ ലഞ്ച് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കഴിച്ചു അവൾ. അപ്പം ഞാൻ വാരിയാണ് കൊടുത്തത്. അപ്പം എൻ്റെ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. വാവച്ചിക്ക് ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ചോറ്, മോരുകറി, ബീൻസ്. എനിക്ക് ബീൻസും മോരുകറിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് അച്ചാറെടുത്തു, കുറച്ച് കൂടിപ്പോയിട്ടോ, കുഴപ്പമില്ല. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. എനിക്ക് ചോറിൻ്റെ കൂടെ കടലക്കറി കഴിക്കാൻ വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് അപ്പം ഇത് കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ലഞ്ച് കഴിച്ചിട്ട് കാണാം. വാവച്ചി മഴ പൊഴിയുന്നുണ്ട് കേട്ടോ. ഇത് നല്ല മഴ പൊടിയുന്നുണ്ട്. ദേ ഇവിടെ പിന്നെയും മഞ്ഞായിട്ടുണ്ട്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. ഇന്ന് ഷോർട്സ് എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കാണണേ. പിന്നെ വാവച്ചി കുറച്ച് നേരം സൈക്കിളൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. സമയം 7 മണിയായിട്ടോ. ഇത് നല്ല വീണ്ടും മഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസ് സ്റ്റാറൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. വാവച്ചി പറഞ്ഞു ഇപ്പോൾ സ്റ്റാറൊന്നും മാറ്റില്ല മമ്മ, കുറച്ച് കഴിഞ്ഞ് മാറ്റാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടോ അല്ലേ വാവച്ചി? എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ ഇപ്പോൾ? വണ്ടി പോലും കാണാൻ പറ്റുന്നില്ല മഞ്ഞ് കാരണം. മോനെ തണുക്കുന്നുണ്ടോ? തണുപ്പുണ്ട്. എനിക്ക് നല്ല അടുക്കുന്നുണ്ട്. ചുമ്മാ എന്താണോ സ്വെറ്ററൊക്കെ ഇട്ടേക്കുന്നേ? ഇനി നമുക്ക് ഡിന്നർ ടൈമാണ് അല്ലേ വാവച്ചി? 7 മണിയായിട്ടുണ്ടേ. വാവച്ചിക്ക് നമ്മൾ സ്പെഗറ്റി ആട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതും മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ദോശയാണ്. അപ്പം അങ്ങനെ ദോശയും സ്പെഗറ്റിയാണ് ഇന്നത്തെ ഡിന്നർ. ഡിന്നറെല്ലാം കഴിച്ചു. ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. വാവച്ചി ഇവിടെ സ്വെറ്റർ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മി ഇട്ട് തരട്ടെ? നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് വാവച്ചിനെ ഉറക്കുന്നത്. അല്ലെങ്കിൽ വാവച്ചി ഇടയ്ക്കിടയ്ക്ക് എണീക്കുക അല്ലേ? സ്റ്റോറി പറയണമെന്നാ? ഓക്കെ, അപ്പം ഒരു സ്റ്റോറി പറയാം. 2 സ്റ്റോറി. ഇതാണ് കേട്ടോ വാവച്ചിയുടെ ബെഡ് ടൈം സ്റ്റോറീസ്. അപ്പം 199 സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സ്റ്റോറി പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ വാവച്ചിക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്ര സ്റ്റോറി പറഞ്ഞു? നമ്മൾ 2 അല്ലല്ലോ, ഇതൊക്കെ കഴിഞ്ഞു. ഡോങ്കിയുടെ സ്റ്റോറി പറഞ്ഞു. ഇനി നമ്മൾ ഇന്നേതാ പറയണ്ടേ? ഇന്ന് ഇത് പറഞ്ഞു, ചെൽസീൻ്റെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാ? ഇതാണ് പറയണ്ടേ. സിൻഡ്രല്ലയുടെ പറയണ്ടേ. ഓക്കെ, യാ. അപ്പോൾ ഉറങ്ങിയാലോ? കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ വാവച്ചിക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മൾ ഉറക്കാൻ പോവാണ്. എന്തോ അത് അന്യനായോ? ഓക്കെ, അപ്പം നമുക്ക് നാളെ ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. 8:30 കിടത്തി ഉറക്കിയില്ലെങ്കിൽ രാവിലെ വാവച്ചിക്ക് സ്കൂൾ ബസ്സൊക്കെ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. കാരണം എണീക്കാൻ മടിയാണിക്കും. കറക്റ്റ് ഉറക്കം വാവച്ചിക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതായത് ഇപ്പം 8:30 കിടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എണീക്കുന്ന സമയത്ത് എണീക്കും. ഇപ്പോൾ 9 o'clock, കുറച്ച് 9:30 ആയാലും മതി. അപ്പോൾ ഭയങ്കര മടിയായിരിക്കും പിന്നെ രാവിലെ എണീക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് സമയത്ത് ഉറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്ളോഗായിട്ട് എത്രയും വേഗം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ കുട്ടാ. ഗുഡ് നൈറ്റ്. ഉമ്മ കാണിക്കേ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ.
2 പുതപ്പൊക്കെ പുതച്ചിട്ടാണ് ഉറങ്ങുന്നത്. കാരണം നല്ല തണുപ്പാണല്ലോ. അപ്പം ഞാനും 2 പുതപ്പൊക്കെയാണ് പുതയ്ക്കുന്നത്. അങ്ങനെ വാച്ച് ഉറക്കമായി കഥയൊക്കെ പറഞ്ഞ്. അപ്പം ബായ്.